നമസ്കാരം, സനി തോട്ട്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് തഗ് ലൈഫ്, കമൽഹാസൻ നായകനാവുന്ന മണിരത്നം ഡയറക്റ്റ് ചെയ്യുന്ന രണ്ട് ലെജൻസ് ഒന്നിക്കുന്ന സിനിമയാണിത്. ഇവരെ കൂടാതെ ചിമ്പു, തൃഷ, ജോജു ജോർജ് ഇവരൊക്കെ മെയിൻ ലീഡിൽ സിനിമയിൽ വരുന്നുണ്ട്. അപ്പോൾ ഈ സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ വളരെയധികം പ്രതീക്ഷ, വേറെ ഒന്നുമല്ല, കമൽഹാസൻ മണിരത്നം ഈ ലെജൻസ് ഒന്നിക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ എല്ലാവർക്കും വളരെയധികം പ്രതീക്ഷ ഉണ്ടായിരുന്നൊരു ഫിലിമാണ് തഗ് ലൈഫ്. കാരണം കമൽഹാസനും മണിരത്നവും തന്നെയാണ് ചിത്രത്തിൻ്റെ സ്ക്രിപ്റ്റ് ചെയ്തിരിക്കുന്നത്, കമൽഹാസൻ തന്നെയാണ് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവർ രണ്ടുപേരും ഒന്നിച്ചൊരു സിനിമ ഇപ്പോൾ വരുന്നു. പണ്ട് ക്ലാസിക്കായിട്ടുള്ള നായകൻ പോലുള്ള സിനിമകളൊക്കെ എടുത്തിട്ടുള്ള ആളുകളാണ്. അപ്പോൾ ഇവരൊന്നിച്ചിട്ട് വീണ്ടും ഒരു സിനിമ വരുന്നു എന്ന് പറഞ്ഞു കഴിയുമ്പോൾ അത് ആരാധകർക്കാണെങ്കിലും സിനിമാ പ്രേമികളാണെങ്കിലും ഒരുപോലെ പ്രതീക്ഷിച്ചിരുന്ന ഒരു സിനിമയാണ് തഗ് ലൈഫ്. മെയിനായിട്ടുള്ളൊരു പോസിറ്റീവ് എന്നുള്ള കാര്യം ഇതിൻ്റെ മ്യൂസിക്, AR റഹ്മാൻ ലെജൻഡ്. അപ്പോൾ ഇത്രയധികം ലെജൻഡ്സ് ഒന്നിക്കുന്ന ഒരു സിനിമയിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഒരു ലെജൻഡായിട്ടുള്ളൊരു ഫിലിം തന്നെയായിരിക്കും. പക്ഷേ സിനിമ പോരാ, അതാണ് ഒറ്റ വാക്കിൽ പറയാനുള്ളത്. കാരണം തഗ് ലൈഫിന് ഒരു ലൈഫില്ല. ആക്ച്വലി അതിൻ്റെ കഥയ്ക്കാണെങ്കിലും അതിൽ പറഞ്ഞിരിക്കുന്ന ഇമോഷൻസിനാണെങ്കിലും ഒന്നും ഒരു ലൈഫില്ല. ലൈഫ് എവിടെയോ നഷ്ടപ്പെട്ടു പോയേക്കുന്ന ഒരു അങ്ങനത്തെ ഒരു ടോട്ടലി മൊത്തത്തിൽ അങ്ങനത്തെ ഒരു സിനിമയാണിത്. കാരണം പെർഫോമൻസ് വൈസ് നോക്കുകയാണെങ്കിലും കമൽഹാസനോ അല്ലെങ്കിൽ മറ്റു താരങ്ങൾക്കൊന്നും തന്നെ ഒന്നും ചെയ്യാനുള്ളൊരു സ്ക്രിപ്റ്റേ ഇല്ല. ഇത് ആക്ച്വലി ഇത് പറഞ്ഞു കഴിഞ്ഞാൽ മണിരത്നത്തിൻ്റെ അതിന് മുമ്പത്തെ സിനിമയായിട്ടുള്ള ചെക്കച്ചിവന്തവാനം, ആ ഒരു സിനിമയുടെ ഒരു ഫോട്ടോസ്റ്റാറ്റ് കോപ്പി തന്നെയാണ് ഇത്. കാരണം ഇതിൻ്റെ സെക്കൻഡ് ഹാഫിലേക്കൊക്കെ വന്നു കഴിയുമ്പോൾ ഏകദേശം അതേ മോഡ് തന്നെയാണ് സിനിമ പോയിക്കൊണ്ടിരിക്കുന്നത്. സിനിമയുടെ എൻഡിങ് ആണെങ്കിലും നമുക്ക് ഇന്നതായിരിക്കാം എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ആ ലെവലിൽ തന്നെയാണ് പടം അവസാനിക്കുന്നത്. അതുകൊണ്ട് ഫ്രഷ് ആയിട്ടുള്ള ഒന്നും തന്നെ സ്ക്രിപ്റ്റിലും ഇല്ല, എന്നാൽ ഈ പറഞ്ഞ രീതിയിൽ നമുക്ക് ആ ഇമോഷൻസ് ഒന്നും കണക്റ്റ് ആവുന്നുമില്ല. ആ ലെവലിൽ പോകുന്നൊരു സിനിമയാണ് തഗ് ലൈഫ്. കാരണം ഞാൻ ഒരുപാട് പ്രതീക്ഷിച്ചിരുന്നു ഈ സിനിമയിൽ, പക്ഷേ ആ ഒരു പ്രതീക്ഷയ്ക്കൊത്തൊരു നിലവാരമൊന്നും ഈ സിനിമയ്ക്ക് ഉണ്ടായിരുന്നില്ല. ഈ സിനിമ ഞാൻ കാണാനുള്ളതിന് മെയിനായിട്ടുള്ളൊരു കാര്യം ചിമ്പു തന്നെയായിരുന്നു. ചിമ്പു എന്ന് പറഞ്ഞ ഫാക്ടർ തന്നെയായിരുന്നു. കാരണം ആൾ കുറേ നാൾക്ക് ശേഷം ഒരു ഈ പറഞ്ഞ മണിരത്നം, അതുപോലെ കമൽഹാസൻ, പിന്നെ രാജ് കമൽ പ്രൊഡക്ഷൻ, AR റഹ്മാൻ, അങ്ങനെ ആ ഒരു ടീമായിട്ട് ഒന്നിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ തന്നെ അത് സിനിമ കാണാൻ എനിക്കുള്ള മെയിനായിട്ടുള്ളൊരു കാരണം അത് തന്നെയായിരുന്നു. ചിമ്പുവിൻ്റെ ഒരു പെർഫോമൻസ് കാണാനായിരുന്നു. ചിമ്പുവിനെ ആക്ച്വലി ആ ഒരു ചെക്കച്ചേന്തവാനത്തിൽ കൊടുത്തേക്കുന്ന പോലത്തെ ഒരു ക്യാരക്ടർ തന്നെയാണ് കൊടുത്തേക്കുന്നത്. സെയിം അതേ മോഡ് തന്നെയാണ്, ഇൻട്രോയൊക്കെ ഏകദേശം അതേപോലെ തന്നെയാണ് കൊടുത്തേക്കുന്നത്. മറ്റുള്ളവരിൽ നിന്ന് ചിമ്പു അത്യാവശ്യം കുഴപ്പമില്ലാതെ ചെയ്തു എന്നാണ് എനിക്ക് ഫീൽ ചെയ്തത് പേഴ്സണലി. കാരണം എന്താ വെച്ചാൽ ബാക്കിയുള്ളവർക്ക് ഈ പറഞ്ഞ രീതിയിൽ കമൽഹാസനെ പോലുള്ള ആക്ടറിനൊന്നും അങ്ങനെ ഇത് ചെയ്യാനുള്ള വലിയൊരു ഇതില്ല ആ പടത്തിൽ. കാരണം ആ ഒരു ഇമോഷൻസ് ഒന്നും നമുക്ക് കാര്യമായിട്ട് കണക്റ്റ് ആവുന്നില്ല. ചിമ്പുവിന് കൊടുത്ത റോള് ചിമ്പു അത്യാവശ്യം നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ബാക്കി വേറെ കാസ്റ്റുകളൊക്കെ വരുന്നുണ്ട്. ജോജു, തൃഷ, അഭിരാമി, നാസർ, പിന്നെ മലയാളത്തിൽ നിന്ന് ബാബുരാജൊക്കെ അഭിനയിച്ചിട്ടുണ്ട് ക്യാരക്ടേഴ്സ്, പിന്നെ അശോക് സെൽവൻ, ഐശ്വര്യ ലക്ഷ്മി, അങ്ങനെ എല്ലാവരും ഉണ്ട്. ആർക്കൊന്നും അത്ര വലിയ കാര്യമായിട്ട് ചെയ്യാനുള്ള എന്ന് വെച്ചാൽ നമ്മൾ മണിരത്നം സിനിമ എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ വളരെയധികം പെർഫോമൻസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള കുറേ ക്യാരക്ടേഴ്സ് നമ്മൾ പ്രതീക്ഷിക്കും. പക്ഷേ അങ്ങനെയൊന്നും ഈ സിനിമയിലില്ല. ഇതിൽ ശക്തിവേൽ നായ്ക്കർ, കമൽഹാസൻ്റെ ക്യാരക്ടർ ആണെങ്കിൽ പോലും നമുക്ക് അത്ര വലിയൊരു പഞ്ചോ അല്ലെങ്കിൽ അങ്ങനെ വലിയൊരു ഇമോഷണൽ കണക്ഷൻ ഒന്നും കിട്ടുന്നൊരു ക്യാരക്ടറല്ല. പിന്നെ ചിമ്പു ചെയ്ത അമർ എന്ന് പറഞ്ഞ ക്യാരക്ടർ കമ്പാരിറ്റീവ്ലി ആൾ നന്നായിട്ട് ചെയ്തുള്ള പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. പിന്നെ സിനിമയുടെ മ്യൂസിക് ആണെങ്കിൽ AR റഹ്മാൻ അറിയാമല്ലോ. AR റഹ്മാൻ മണിരത്നം ഒന്നിക്കുമ്പോൾ ചില ക്ലാസ് ടൈപ്പ് സാധനങ്ങളൊക്കെ പലയിടത്തും കൊടുക്കും. ആ ഒരു ഇത് തന്നെ ഇതിനകത്ത് ഫോർമാറ്റ് തന്നെ കീപ്പ് ചെയ്ത് പോയിട്ടുണ്ട്. അത്യാവശ്യം നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. പാട്ട് ഈ പറഞ്ഞതിൽ ഒരു ജിങ്കിജ എന്നൊക്കെ പറഞ്ഞൊരു പാട്ട് ഫസ്റ്റ് തന്നെ വരുന്നുണ്ട്, അത് കൊള്ളായിരുന്നു. പിന്നെ വിൻവേലി നായകൻ, അത് സിനിമയിൽ അങ്ങനെ ഇതായിട്ട് വരുന്നില്ല, അതിൻ്റെ ഒരു BGM പോർഷൻ മാത്രം വെച്ചാണ് സിനിമയിൽ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ കൂടുതലായിട്ട് സിനിമയെ പറ്റി ഒന്നും പറയാനില്ല. ആക്ച്വലി എന്താ പറയുക, ഒരു ലൈഫില്ലാത്ത പോലെ, ലൈഫ് വളരെ കുറഞ്ഞ ഒരു സിനിമയായിട്ട് തോന്നി. എൻഡിങ് ഒന്നോടുകൂടി ഒരു തഗ് ലൈഫ് എന്നുള്ളൊരു ഡെഡ് ലൈഫായിട്ട് അങ്ങോട്ട് മാറി. അപ്പോൾ ഇത് കൊമേഴ്ഷ്യലി എത്രത്തോളം സക്സസ് ആവുമെന്നുള്ളതൊന്നും എനിക്ക് തോന്നുന്നില്ല. ഇതിനകത്ത് എത്രത്തോളം ഒരു വിജയം ഈ സിനിമയ്ക്ക് കിട്ടുമെന്നുള്ളത് വേറെ ഒന്നുമല്ല. അത് അത്രയും വാല്യൂ ഉള്ള കാര്യങ്ങളൊന്നുമില്ല സിനിമയിൽ. പിന്നെ അത്യാവശ്യം കുഴപ്പമില്ലാതെ മേക്ക് ചെയ്തെടുത്തിട്ടുണ്ട് മണിരത്നം. അത്യാവശ്യം സ്റ്റാൻഡേർഡിലൊക്കെ സീനുകളൊക്കെ മേക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. പക്ഷേ സ്ക്രിപ്റ്റാണ് നമുക്കൊരു ഇമോഷണൽ കണക്ഷൻ ഒന്നും കിട്ടാത്ത രീതിയിലുള്ളൊരു സ്ക്രിപ്റ്റാണ്. കാരണം ഇവരൊക്കെ ഇങ്ങനെ സിനിമകൾ ചെയ്യുമ്പോൾ നമ്മൾ ഒരുപാട് പ്രതീക്ഷിക്കും. അപ്പോൾ ആ പ്രതീക്ഷിക്കാത്ത നിലവാരത്തിൽ വന്നുമില്ല. എന്നാൽ ഈ പറഞ്ഞ രീതിയിൽ ഇന്ത്യൻ 2 അങ്ങനത്തെ അപരാധങ്ങൾ പോലത്തെ അത്ര വലിയ അപരാധമല്ല. അപ്പോൾ ആ ലെവലിൽ ഒരു ലൈഫ് നഷ്ടപ്പെട്ടു പോയ ഒരു തഗ് ലൈഫ്, അതാണ് ഈ സിനിമ.